ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. വെള്ളാന പരസ്യവും തുണച്ചില്ല. റോയൽ എൻഫീൽഡിനെതിരെ പുതിയ നീക്കവുമായി ഡോമിനാർ. റോയൽ എൻഫീൽഡിനോട് അംഗം കുറിച്ചാണ് ബജാജ് ഡോമിനോർ രംഗപ്രവേശനം ചെയ്യുന്നത്. ചുമ്മാ അംഗം കുറിക്കുക മാത്രമായിരുന്നില്ല, എതിരാളികളുടെ കുറവുകൾ ചികഞ്ഞെടുത്ത് പരസ്യങ്ങളിലൂടെ പണി കൊടുക്കുകയും ചെയ്തു. എന്നാൽ പ്രതീക്ഷിച്ച അത്ര മുന്നേറ്റം കാഴ്ചവെക്കാൻ ഡോമിനോറിന് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം പ്രതീക്ഷിച്ചതിലും താഴെയാണ് ഡോമിനാർ മോഡലുകൾ വിറ്റുപോകുന്നത്. ശരാശരി 1000 ഡോമിനാറുകളെയാണ് അടുത്ത കാലത്ത് ബജാജ് വിറ്റുവരുന്നത്. മറുഭാഗത്ത് റോയൽ എൻഫീൽഡ് സ്ഥിരതയാർന്ന വളർച്ചയാണ് പ്രതിമാസം രേഖപ്പെടുത്തുന്നതും. അതിനാൽ തന്നെ മറ്റൊരു മാറ്റത്തിലൂടെ മത്സരം കൊഴിപ്പിക്കാനൊരുങ്ങുകയാണ് ബജാജ്. ഡോമിനോറിൻ്റെ പുതിയ പതിപ്പുകൾ ഇറക്കാനാണ് ബജാജ് ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ ഡോമിനോറിൻ്റെ ക്ലാസിക് സ്ക്രാബ്ലർ പതിപ്പുകൾ ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഡോമിനോറിലേക്ക് യുവതലമുറയെ അടുപ്പിക്കാനുള്ള ബജാജിന്റെ നീക്കം കൂടിയാണിത്. റോയൽ എൻഫീൽഡ് ക്ലാസിക് നിരക്കുള്ള മറുപടിയായിട്ടായിരിക്കും വരാനിരിക്കുന്ന ഡോമിനോർ ക്ലാസിക്. ഓഫ് റോഡിംഗ് മികവ് ഉയർത്തിക്കാട്ടിയാകും ഡോമിനോർ സ്ക്രാബ്ലറിനെ ബജാജ് വിപണിയിൽ അവതരിപ്പിക്കുക. ഉയർന്ന വിൻസ്ക്രീൻ, ലഗേജ് പാനിയർ തുടങ്ങിയവ ഡോമിനാർ സ്ക്രാബ്ലറിൽ പ്രതീക്ഷിക്കാം. പുതിയ പതിപ്പുകളിൽ എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയില്ല. സ്വിച്ചബിൾ ABSന് ബജാജ് നൽകുമോ എന്ന് കണ്ടറിയണം. റെട്രോ ശൈലിയാവും ഡോമിനോർ ക്ലാസിക്കിന്. നിലവിൽ 373cc എഞ്ചിന് 34 bhp കരുത്തും 35 Nm ടോർക്കും പരമാവധി സൃഷ്ടിക്കാനാവും. പുതിയ ചുവടുവെപ്പിലൂടെ റോയൽ എൻഫീൽഡിന്റെ കുതിപ്പിന് തടയിടാനാകുമെന്നാണ് ബജാജ് കരുതുന്നത്.